Today, I want to bring the word. ആമേൻ. ഇന്ന് ഒരു വചനം നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Word that is so close to my heart. എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും സ്പർശിച്ചിരിക്കുന്ന ഒരു വചനമാണ്. And I felt very strongly that I need to share this with you. ആമേൻ. ഇത് നിങ്ങളോട് പങ്കിടണമെന്ന് ഒരുപാട് എനിക്ക് ഹേമമുണ്ടായി. You know, you might have heard a lot of chemistries in my sermon. ആമേൻ. എൻ്റെ സന്ദേശത്തിൽ ഒരുപാട് കെമിസ്ട്രി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. You might have heard botany and zoology. ആമേൻ. ബോട്ടണിയും സുവോളജിയും കേട്ടിട്ടുണ്ടായിരിക്കാം. Those are my subjects. അതൊക്കെ ഞാൻ പഠിച്ച വിഷയങ്ങളാണ്. So automatically it comes in. അതുകൊണ്ട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു ചേരും. Theology comes in. ആമേൻ. ദൈവശാസ്ത്രവും അതിനോടൊപ്പം വരും. Now you have to deal with mental health also. ആമേൻ. ഇനി നിങ്ങൾ മെന്റൽ ഹെൽത്തും അതിനോടൊപ്പം ചിന്തിക്കേണ്ട ആവശ്യമാണ്. That's a new subject added to me. ആമേൻ. കാരണം അതൊരു പുതിയ വിഷയമാണ് ഞാൻ And പഠിച്ചുകൊണ്ടിരിക്കുന്നത്. as I learn it, ആമേൻ. അത് ഞാൻ പഠിക്കുന്നത് മുഖാന്തരം God is opening many more areas of spiritual realities. ആമേൻ. ഒരുപാട് ആത്മീക പുതിയ മർമ്മങ്ങൾ കൂടി ദൈവം എൻ്റെ മുമ്പിൽ തുറന്നു തരികയാണ്. And I want to share one of that today. അതിൽ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. You know, I have preached on this subject in different ways. ആമേൻ. മറ്റ് പല രീതികളിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ മുമ്പ് The പ്രസംഗിച്ചിട്ടുണ്ട്. subject is identify your strongholds. നിങ്ങളുടെ കോട്ടകളെ നിങ്ങൾ തിരിച്ചറിയുക. Identify your strongholds. നിങ്ങളുടെ കോട്ടകളെ നിങ്ങൾ തിരിച്ചറിയുക. The secret of victorious spiritual life. അതാകുന്നു ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ആത്മീക ജീവിതത്തിന്റെ ജയം എന്ന് പറയുന്നത്. After learning more about this mental health, ഈ ഒരു മാനസിക മെന്റൽ ഹെൽത്തിനെ കുറിച്ച് ഞാൻ കൂടുതൽ പഠിച്ചപ്പോൾ I could see how much it is connected and related to Christian theology. ആമേൻ. ഇത് എത്രത്തോളം ക്രിസ്തീയ ദൈവശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എനിക്ക് മനസ്സിലാകുവാനിടയായി. And I want to tell you something. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ വിളിച്ചു I'm പറയട്ടെ. not going to preach mental health, അതുകൊണ്ട് ഇന്ന് മെന്റൽ ഹെൽത്തിനെ കുറിച്ചല്ല not പറയുന്നത്. theology, അതും ദൈവശാസ്ത്രവുമല്ല. but very practical thing. പക്ഷെ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു How വിഷയമാണ്. we don't identify the strongholds. നാം എപ്രകാരം നമ്മുടെ കോട്ടകളെ തിരിച്ചറിയാതെ പോകുന്നു. So youths, kids, young adults, older people, everybody, this is for everybody. ഇത് ഏത് പ്രായ വ്യത്യാസമെന്നെ എല്ലാവർക്കും ബാധകമായ ഒരു വിഷയമാണ്. I need your 45 minutes. ആമേൻ. അടുത്ത 45 നിമിഷങ്ങൾ നിങ്ങൾ ശ്രദ്ധ എനിക്ക് തരണം. Give me your 45 minutes. അടുത്ത 45 നിങ്ങളുടെ 45 മിനിറ്റ് എനിക്ക് വേണ്ടി You നൽകി have to തരണമേ. force yourself to hear this. ആമേൻ. ഇത് കേൾക്കുവാൻ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ഫോഴ്സ് ചെയ്ത് പ്രയത്നിച്ച് തരണം. It is hard, but force yourself, because stronghold will not allow you to hear this. കാരണം ചില കോട്ടകൾ ഇത് കേൾക്കാതിരിക്കുവാൻ തക്കവണ്ണം പ്രവർത്തിക്കുവാനും ഇടയാകും. So make sure that you hear this very well. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ ഇത് കേൾക്കണം. Let's go fast. If I don't finish this week, I will finish it next week. ആമേൻ. ഇന്ന് ഞാൻ ഇത് പൂർത്തീകരിച്ചില്ലെങ്കിൽ അടുത്ത ആഴ്ച ഇത് പൂർത്തീകരിക്കും. I will not be in a hurry. ആമേൻ. ഞാൻ വേഗത്തിൽ ഓടിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല. So let's go together. അതുകൊണ്ട് ഒരുമിച്ച് നമുക്കിത് ചിന്തിക്കാം. 1 John chapter 3 verse 8. 1 യോഹന്നാൻ 3:8 നമുക്ക് വായിക്കാം. And this is what Bible says. Let's read together. For this, can I hear loud voice? For this purpose was the Son of God made manifest. He might destroy the work of the evil one. Malayalam. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. Okay. So Jesus Christ appeared or manifested. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനായി To break or destroy the work of evil one. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രേ. Amen. ആമേൻ. To destroy every strongholds that enemy has made over you. നമ്മുടെ മീതെ പിശാച് കെട്ടിയിരിക്കുന്ന സകല കോട്ടകളും തകർക്കുവാൻ അഴിക്കുവാൻ. So there is a war between two powers. ആമേൻ. രണ്ട് ശക്തികൾ തമ്മിലുള്ള ഒരു യുദ്ധമുണ്ട്. A war between good and evil. നല്ലതും തീയതും തമ്മിൽ ഒരു യുദ്ധം. A war between kingdom of God and kingdom of darkness. ദൈവരാജ്യവും അന്ധകാരത്തിന്റെ രാജ്യവും തമ്മിലുള്ള ഒരു യുദ്ധം. So there is a war between righteousness and sin. ആമേൻ. പാപവും You can go to the നീതിയും next തമ്മിൽ slide. ഒരു യുദ്ധം. Okay, and there is a war between life and death. ജീവനും മരണവും തമ്മിൽ ഒരു യുദ്ധം. So remember this. ഓർത്തുകൊള്ളുക. You all are in this war.
നമ്മളെല്ലാവരും ഈ യുദ്ധത്തിലുണ്ട്. A war between good and evil. നല്ലതും തീയതും തമ്മിലൊരു A യുദ്ധം. war between kingdom of God and kingdom of darkness. ദൈവരാജ്യവും അന്ധകാരത്തിന്റെ രാജ്യവും A തമ്മിലൊരു war യുദ്ധം. between righteousness and sin. നീതിയും പാപവും തമ്മിലുള്ള ഒരു യുദ്ധം. A war between life and death. ജീവനും മരണവും തമ്മിലുള്ള ഒരു യുദ്ധം. Now when I talk about this, how enemy works. എപ്രകാരമാണ് പിശാച് പ്രവർത്തിക്കുന്നത്? There are two ways Satan works in our life. രണ്ട് രീതിയിലാണ് പിശാച് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. Number one, ഒന്നാമതായി he will make you to believe something to be untrue about God and his word. ദൈവത്തെയും ദൈവവചനത്തെക്കുറിച്ചും അസത്യമായ ചില കാര്യങ്ങൾ വിശ്വസിപ്പിച്ചെടുക്കും. Enemy will try to make you believe അവൻ അത് നമ്മളെ അങ്ങ് ഭയങ്കരമായി വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും. that word of God does not talk about it. ആമേൻ. പക്ഷെ അതിനെക്കുറിച്ചൊന്നും വചനം Bible സംസാരിക്കുന്നില്ല. does not talk about it. വചനം അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. God does not talk about it. ദൈവം അപ്രകാരം ഒന്നും He പറഞ്ഞിട്ടുമില്ല. will make you to believe. പക്ഷെ ഇല്ലാത്തത് നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കാനിടയാകും. You know how Satan came and talked to Eve. ആമേൻ. ഹവ്വയോട് എപ്രകാരമാണ് പിശാച് വന്ന് സംസാരിച്ചത്? Did really God tell you that? ആമേൻ. യഥാർത്ഥമായി ദൈവം അങ്ങനെ Did പറഞ്ഞിട്ടുണ്ടോ? really God forbid you to eat this? യഥാർത്ഥമായി അത് കഴിക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? And Eve was confused. അത് കേട്ടപ്പോൾ ഹവ്വയ്ക്ക് കൺഫ്യൂഷനായി. She believed the lie of serpent. ആമേൻ. ആ പാമ്പ് പറഞ്ഞ ആ കള്ളം അത് വിശ്വസിക്കാനിടയായി. Youths, young adults, every single brothers and sisters. യൗവനക്കാരെ, കുഞ്ഞുങ്ങളെ, സകലരും Enemy will bring some lies inside your heart that you will start believing the lies. ആമേൻ. പിശാച് ചില ഭോഷ്കായ വസ്തുതകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് അത് വിശ്വസിപ്പിക്കാനിടയാക്കും. Lies against God. ആമേൻ. ദൈവത്തിനെതിരായിട്ടുള്ള ചില ഭോഷ്കുകൾ. Lies against the word of God. ദൈവവചനത്തിനെതിരായിട്ടുള്ള കള്ളങ്ങൾ. Second thing, രണ്ടാമത്തെ what വസ്തുത enemy will do, എന്താ സാത്താൻ ചെയ്യുന്നതെന്ന് he വെച്ചാൽ will make you to believe something that is not true. സത്യമല്ലാത്ത ഒരു വസ്തുത സത്യമാണെന്ന് നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കും. He will make you to believe something that is not true. സത്യമല്ലാത്തത് സത്യമാണെന്ന് വിശ്വസിപ്പിക്കാനിടയാകും. I will explain it more when I go further. ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ഇത് ഞാൻ വിശദീകരിക്കാം. So, Ephesians 5:8. എഫെസർക്കെതിരെ ലേഖനം 5-ാം അധ്യായം അതിന്റെ Can we read 8-ാമത്തെ it വാക്യം together? ഒരുമിച്ച് നമുക്ക് ചേർന്ന് വായിക്കാം. Let's read. For you were once darkness, but now you are light in the Lord. So, walk as children of light. For the fruit of Spirit is in all goodness, righteousness, and truth, finding out what is acceptable to the Lord, and have no fellowship with unfruitful work of darkness, but rather expose them. Amen. In Malayalam. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, Uh-huh. ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. അതെ. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചും കൊണ്ട് കർത്താവിന് പ്രസാദമായി എന്നെന്ന് പരിശോധിച്ചും കൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. മതി. So everybody listen this very carefully. എല്ലാവരും ശ്രദ്ധിച്ചത് കേൾക്കണേ. Bible says do or find out, verse 10. Let's read loud. Find out what is. ആമേൻ. കർത്താവിന് പ്രസാദമുള്ളത് എന്താണെന്ന് നാം മനസ്സിലാക്കണം. We assume that God will accept this. ആമേൻ. നമ്മൾ സ്വയമേ There ചിന്തിക്കുമ്പോൾ are so many things we assume. ആമേൻ. ഒരുപാട് കാര്യങ്ങൾ നാം സ്വയമേ അങ്ങ് അസ്യൂം ചെയ്യുവാനിടയാകും. I'm just saying this. ഞാനിത് പറയുന്നേ ഉള്ളൂ. It's okay with God. ഇത് ദൈവത്തിന് വലിയ I'm just കുഴപ്പമൊന്നുമില്ല. eating this. ഞാനിത് കഴിക്കുന്നതേ ഉള്ളൂ. It's okay with God. ദൈവത്തിന് വലിയ It's just കുഴപ്പമൊന്നുമില്ല. one time. I'm just drinking it. ആമേൻ. ഒരു പ്രാവശ്യം ഞാൻ കുടിച്ചെന്നേ ഉള്ളൂ. It's just okay. അത് കുഴപ്പമൊന്നുമില്ല. It's one time lust. It's okay. ആമേൻ. ഒരു പ്രാവശ്യമുള്ള ലസ്റ്റ് അല്ലയോ? അത് കുഴപ്പമില്ല. It's just one sight. It's okay. ആമേൻ. ഒരു സ്പർശമല്ലയോ? God will accept it. ആമേൻ. ദൈവത്തിന് വലിയ പ്രശ്നം. God is so gracious. ദൈവം വളരെ What a കൃപാലുവാണ്. mercy of God. ദൈവത്തിന്റെ He കരുണ will accept anything. എന്തും സ്വീകരിക്കുമല്ലോ. No. അങ്ങനെ അപ്രകാരമല്ല. God does not accept everything that you assume. Your assumptions, God does not accept. ആമേൻ. നാം ചിന്തിക്കുന്ന സകലതും ദൈവം അത് ഏറ്റെടുക്കണമെന്നില്ല. Word of God is a standard. ആമേൻ. നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്നത് ഈ What God ദൈവവചനമാണ്. accepts and what God rejects here is in the word. ആമേൻ. ദൈവം എന്ത് സ്വീകരിക്കും, ദൈവം എന്ത് തിരസ്കരിക്കും, അത് ദൈവവചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. Now, very important thing. ഇനി വളരെ പ്രാധാന്യമുള്ള വസ്തുത. What are the strongholds? എന്താകുന്നു ഈ കോട്ടകൾ? What are the strongholds? എന്താകുന്നു Let ഈ me go കോട്ടകൾ? one by one. ഓരോന്നോരോന്നായി നമുക്ക് ചിന്തിക്കാം. Okay, there are so many, but most important I bought
In some other sermon, I will bring something else. ആമേൻ. ഒരുപാട് വസ്തുതകളുണ്ടെങ്കിലും ഏറ്റവും പ്രാധാന്യമുള്ളത് ഞാൻ കൊണ്ടുവന്നു. മറ്റ് സന്ദേശങ്ങളിൽ ബാക്കിയുള്ളത് ചിന്തിക്കാം. Stronghold number 1A. ഒന്നാമത്തെ കോട്ട ഇതാണ്. Enemy or devil will hold you in his hand. ആമേൻ. പിശാച് നമ്മളെയൊക്കെ തന്റെ കരങ്ങളിൽ നമ്മളെ മുറുകെ പിടിക്കും. Do you know that Satan can hold your hand? ആമേൻ. പിശാചിന് നമ്മുടെ കരത്തെ പിടിക്കുവാൻ കഴിയുമെന്ന് നമുക്കറിയാമോ? He can hold your hand. തീർച്ചയായിട്ടും പിടിക്കുവാൻ കഴിയും. Second thing, രണ്ടാമത്തെ വസ്തുത, he can hold your mind. നമ്മുടെ മനസ്സിനെയും പിശാചിന് മുറുകെ പിടിക്കുവാൻ കഴിയും. Satan can hold and take control of your mind. നമ്മുടെ മനസ്സിനെയും പിശാചിന് മുറുകെ പിടിക്കുവാൻ കഴിയും. Your mind will be in remote control ആമേൻ. of Satan. പിശാചിന്റെ റിമോട്ട് കൺട്രോളിലാകും പിന്നെ നമ്മുടെ He can remotely control your mind. ആമേൻ. വിദൂരത്തിരുന്നുകൊണ്ട് നമ്മളെയൊക്കെ നിയന്ത്രിക്കുവാൻ കഴിയും. Just now he is controlling some of your minds. ആമേൻ. ഇപ്പോഴും ചിലരുടെ മനസ്സൊക്കെ പിശാച് കൺട്രോൾ You are ചെയ്യുന്നു. sitting over here ഇവിടെ ഇരിക്കുകയാണ്. and he is control. Don't even hear this. Don't even hear this. ഇത് കേൾക്കണ്ട എന്ന് ഇപ്പോഴും ആലോചന This is പറയുന്നു. all for you. Don't. You know, self care. ആമേൻ. സെൽഫ് കെയർ ചെയ്യുക, ഇതൊന്നും നിങ്ങൾക്കുള്ളതല്ല. He may control. ആമേൻ. ഇപ്രകാരം കൺട്രോൾ ചെയ്യും. Third thing, he will completely possess you. Amen. So first two is he's not possessing you, he's controlling you. ആമേൻ. ആദ്യത്തെ രണ്ടെണ്ണം നമ്മളെ പൂർണ്ണമായി പൊസസ് ചെയ്യുന്നില്ല, പക്ഷെ കൺട്രോൾ ചെയ്യുക മാത്രമാണ്. You know, many times when you pray for somebody, he or she may not be possessed by evil spirit. ആമേൻ. നാം ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി അപ്പോൾ അശുദ്ധാത്മാവിനാൽ പൊസസ് ചെയ്യപ്പെട്ടിട്ടില്ല. Yeah, so possession is different. ആമേൻ. ഈ മുഴുവനായി പിശാചിന്റെ അധീനതയിൽ ആകുന്നത് വ്യത്യസ്തമാണ്. Influence and control is different. ആമേൻ. പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്നത് വ്യത്യസ്തവുമാണ്. And fourth way, നാലാമത്തെ വസ്തുത, used of those joined by bonds of natural blood or marriage or friendship or duty or law etc. of attendance or companionship. ആമേൻ. ഹല്ലേലൂയ. ഇതാ രക്തബന്ധത്തിൽ കൂടിയോ അല്ല വിവാഹത്തിൽ കൂടിയോ സുഹൃത്ത് ബന്ധത്തിൽ കൂടിയോ ഒക്കെ വന്നു ചേരുന്ന ചില ഇൻഫ്ലുവൻസസ്. I'll tell you what is that. എന്താ അത് ഞാൻ കൂടുതൽ വിശദീകരിക്കാം. You know, some spirit or evil spirit goes traditionally. ആമേൻ. പാരമ്പര്യമായി പോകുന്ന ചില അശുദ്ധാത്മാക്കളുണ്ട്. My great grandfather was like that. ആമേൻ. എൻ്റെ വലിയപ്പച്ചൻ My ഇപ്രകാരമായിരുന്നു. father is like that. എൻ്റെ പിതാവ് ഇപ്രകാരമായിരുന്നു. I am also like that. ഞാനും ഇപ്രകാരം തന്നെ. എൻ്റെ വലിയപ്പനും വഴക്കാളിയായിരുന്നു. My great grandfather was എൻ്റെ mischievous. അപ്പൻ അതിനെക്കാട്ടിലും വഴക്കാളിയായിരുന്നു. My father was much more mischievous. ഞാനും വഴക്കാളി. I am also the same. നിങ്ങൾ കണ്ടോട്ടെ, ചില കുടുംബമായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ചില സഭകളിൽ പോയി നോക്കിയാൽ മതി. പഴയ സഭകളിൽ നിന്ന് You നോക്കിയാൽ need to just go to some old churches and you will find that. ബാപ്പ് നമ്പറി था तो बेटा 10 നമ്പറി था. ആമേൻ. അപ്പൻ ഒന്നാണെങ്കിൽ ആ മകൻ മറ്റൊന്ന്. റൈറ്റ്. അപ്പനും വഴക്കാളിയായിരുന്നു, മോനും വഴക്കാളി, ആ കൊച്ചുമോനും വഴക്കാളി. ആമേൻ. On all the It's a three spirit. generation. ആമേൻ. അതൊരു ആത്മാവാണ്. And I want to tell you something. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. Sometimes we feel like, oh, ഈ പുള്ളി, go with English, okay? അത് ഞാൻ മലയാളത്തിൽ പറഞ്ഞാലേ അത് ശരിയാണ്. ഈ പുള്ളി ചർച്ചയിൽ ഇല്ലാതിരുന്നാണെങ്കിൽ എന്താ നല്ലായിരുന്നേ. I mean, sometimes we think that, oh, ചിലരൊക്കെ കണ്ടിട്ട് തോന്നാറുണ്ട്. I mean, sometimes when you look at certain people and we think, oh, this person was not there in ഈ church. പുള്ളി ചർച്ചയിൽ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു. If this person was not in church, how blessed it would have been. കുടുംബത്തിൽ ചിലരെ നോക്കി പറയാറുണ്ട്, I mean, some people look into the family ഈ and say, പുള്ളി നമ്മുടെ കുടുംബത്തിൽ if ഇല്ലായിരുന്നെങ്കിൽ this person was not in our family, എന്ത് ബെറ്റർ ആയിരുന്നു. how good it would have ഞാൻ been. നിങ്ങളോട് ഒരു കാര്യം പറയാം. Let me tell you one It thing. never happens like that. അപ്രകാരം ഒരിക്കലും സംഭവിക്കില്ല. നിങ്ങൾ ആ പുള്ളിയെ ചർച്ചയിൽ നിന്ന് മാറ്റിക്കോ, I mean, just remove that person from the ആ church, സ്പിരിറ്റ് മാറത്തില്ല. but that spirit will not change. ചാടിക്കേറി ഏറ്റവും നല്ലവന്റെ മേൽ ആ സ്പിരിറ്റ് കയറും. I mean, that spirit will jump into the next best person, ആ സ്പിരിറ്റ് ഇവിടെ കണ്ടോണ്ടിരിക്കും. and that spirit will continue. 15 വർഷം കൊണ്ട് ഞാൻ ഇത് കണ്ടോണ്ടിരിക്കും. And for the 15 years, I'm seeing that. ഒരു സ്പിരിറ്റ് മാറുമ്പോൾ ആ സ്പിരിറ്റ് വേറെ ഒരുത്തന്റെ മേൽ കയറിയിരിക്കും. And when that spirit departs from one, it will surely jump into the next. നിങ്ങൾ ഇനി കുടുംബത്തിൽ നോക്കിക്കോ. And look into the family. നിങ്ങൾ ഓർക്കും, ഈ ഹസ്ബൻഡ് വൈഫ് I mean, ഭാര്യയും ഭർത്താവും. ഒരു പിശാചിനെ ഒഴിവാക്കാൻ ഇവളെ അങ്ങ് ഒഴിവാക്കാൻ ചിന്തിച്ചാൽ, I mean, if you desire to remove one evil spirit, if you ഇവളെ desire അങ്ങ് to, ഒഴിവാക്കിയ പിശാചിനെ അങ്ങ് ഒഴിവാക്കും. if I remove her, I would get rid of that spirit as well. ഇവനെ അങ്ങ് റിമൂവ് ചെയ്താൽ ഈ പിശാചിനെ ഒഴിച്ചു കിട്ടും. If I get rid of this man, I can get rid of this evil spirit. നിങ്ങൾ ഒഴിവാക്കിക്കോ, 10 ഭൂതമുള്ളവന് വേറെ ഒന്നും കിട്ടും. Try to get rid, you will get another one with 10. ഇത് സ്പിരിറ്റാ. ഇത് This is a spirit. അതുകൊണ്ടാ പറഞ്ഞത് നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ലെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ്. That is why we read in the scripture that our warfare is not against flesh and നീ blood. ഒരുത്തനെ മാറ്റിയാൽ വേറെ 7 ഇവിടെ പോകും. I mean, if you remove one, another 7 will come up. പണ്ട് പറയുമായിരുന്നു ഈ ഗ്രേ ഹെയർ ഇങ്ങനെ പറിക്കലെന്ന് പറയും. A long time you would hear that do not pluck your gray hairs.
ഒരെണ്ണം പറിച്ചാൽ വേറെ അപ്പുറത്തെല്ലാം വരും. I mean, if you pluck one, you would get 10 other gray hairs. ഇതുപോലെ തന്നെ സഭയ്ക്കത്. Just the same way in church. നിങ്ങളുടെ കുടുംബത്തിൽ ഇത് തന്നെ. In the family also it's the same. This is a spirit. ഇതൊരു ആത്മാവാണ്. Deal with the spirit. I mean, ഈ ആ ആത്മാവിനെതിരെയാണ് വ്യക്തിയെ പോരാടുന്നത്. ഒഴിവാക്കിയതും കൊണ്ട് ഒരു കാര്യവും നേടാൻ പോകുന്നില്ല. I mean, by removing that person, you would not നിങ്ങൾ gain അവനെ anything. ഒഴിവാക്കിയാൽ വേറെ 10 എഴുന്നേൽക്കും. If you remove that person, another 10 will come like that. കുടുംബത്തിലുള്ള പിശാചിനെ നേരിടാൻ ചങ്കുറ്റം ആർജവം. I mean, we need to have that boldness to face against the spirit That's in why the I'm family. saying that fight against the strongholds now. I mean, അതിനുവേണ്ടിയാണ് ഈ കോട്ടകൾക്കെതിരായി നാം Start identifying the strongholds. ആ കോട്ടകളെ നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. How these strongholds are formed. എപ്രകാരമാണ് ഈ കോട്ടകൾ ഉരുത്തിരിയുന്നത്? Are you with me? I mean, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? Everybody, are you with me? നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? How these strongholds are formed. ഈ കോട്ടകളൊക്കെ എങ്ങനെ ഉരുത്തിരിയുന്നു? Can this stronghold form in the life of a believer? ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ടോ? It can. തീർച്ചയായിട്ടും. There are many reasons. പല കാരണങ്ങളുണ്ട്. One by one, I will just put 4 or 5 reasons. That's it. ആമേൻ. ഓരോന്നായി ഞാൻ ഒരു 5 കാരണങ്ങൾ മുമ്പിൽ വെക്കാം. Number 1. ഒന്നാമതായി, how these strongholds are formed. ആമേൻ. ഓരോന്നായി എങ്ങനെയാണ് ഈ കോട്ടകൾ ഉരുത്തിരിയുന്നത്? When you continue in sin, ആമേൻ, നാം പാപത്തിൽ തുടരുമ്പോൾ, rebellion, ആമേൻ, നാം ഇങ്ങനെ ധാർഷ്ട്യമായി നിൽക്കുമ്പോൾ, a stronghold is formed inside you. നമ്മുടെ ഉള്ളിൽ ഒരു കോട്ട ഉയരുകയാണ്. When you continue in sin, നാം ആ പാപത്തിൽ തന്നെ തുടരുമ്പോൾ, these strongholds are coming up. ഈ കോട്ട ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. Now church, I want to tell you seriously, I want to tell you one thing. ആമേൻ. ഇവിടെ ഗൗരവമായി ഒരു വസ്തുത ഞാൻ If പറയട്ടെ. you're dealing with a sin, ആമേൻ, നിങ്ങളുടെ ഉള്ളിൽ പാപം ഉണ്ടെങ്കിൽ, dealing with a sin, ആമേൻ, ഒരു പാപമായി നാം ഇരിക്കുന്നുണ്ടെങ്കിൽ, it can be sexual sin, അതൊരു ലൈംഗികമായ പാപമായിരിക്കാം, moral sin, ഒരു മോറലായിട്ടുള്ള ഒരു പാപമായിരിക്കാം, deceiving, jealousy, ആമേൻ, മറ്റുള്ളവരുടെ അസൂയയുള്ള ഒരു പാപമായിരിക്കാം, drinking habit, eating habit. മദ്യപാനമായിരിക്കാം, അല്ല ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു പാപമായിരിക്കാം. With that, അത് വെച്ചുകൊണ്ട് if you take Lord's table, നിങ്ങൾ ഈ കർത്തൃമേശ എടുക്കുമ്പോൾ, if you worship നിങ്ങൾ ആരാധിക്കുകയാണെങ്കിൽ, without dealing that sin, ആമേൻ, ആ പാപത്തിന് ഒരു പരിഹാരം ചെയ്യാതെ, without dealing that sin, if you start worshiping, ആമേൻ, ആ പാപത്തിന് എതിരെ നിങ്ങൾ പ്രവർത്തിക്കാതെ നിങ്ങൾ ആരാധിക്കുമെങ്കിൽ, you start fasting, നിങ്ങൾ ഉപവസിക്കുമ്പോൾ, and you are not removing and dealing that sin, ആമേൻ, ആ പാപത്തിന് വേണ്ടി നിങ്ങൾ പ്രക്രിയകളൊന്നും ചെയ്തിട്ടില്ല, that becomes a stronghold in your life. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ കോട്ടയായി That's മാറുവാനിടയാകും. the reason many a times, no matter how big pastor come and pray for you, you are not delivered. ആമേൻ. അത് കാരണമാണ് എത്ര വലിയ ദൈവദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ഒരു വിടുതലും It ലഭിക്കാത്തത്. becomes a stronghold. അത് ഉള്ളിൽ ഒരു വലിയ കോട്ടയായി മാറി. Number 2. രണ്ടാമതായി, Rejection of truth and embracing lies. സത്യമായതുള്ള എല്ലാം തിരസ്കരിച്ചതുകൊണ്ട് കളവായതെല്ലാം നാം സ്വീകരിക്കുമ്പോൾ That becomes a stronghold. അത് വലിയൊരു കോട്ടയായി മാറും. There are many lies. ആമേൻ. ഒരുപാട് ബോഷ്കുണ്ട്. Like one lie, ഒരു കള്ളം ഇപ്രകാരമാണ്, I feel anxiety. ആമേൻ, എനിക്ക് ആങ്ഷ്യസ് ആയിട്ട് എനിക്ക് തോന്നുന്നു, I feel like depressed. ആമേൻ, ഞാൻ വളരെ വിഷമതനാണെന്ന് എനിക്ക് തോന്നുന്നു. One shot, ഒരു ഷോട്ട് അപ്പോൾ എടുക്കും, one peg, ആമേൻ, അപ്പോൾ ഒരു പെഗ് അടിക്കും, I feel good. ഇപ്പോൾ എല്ലാം വളരെ സമാധാനമുണ്ട്. Weed, ആമേൻ, അപ്പോൾ കഞ്ചാവ് വലിക്കും, I feel good. ആ സമയത്ത് എനിക്ക് വലിയ സമാധാനമുണ്ട്. Electric cigarette, whatever cigarette you want to bring it, you feel good. ആമേൻ, നിങ്ങൾ ഏത് തരത്തിലുള്ള സിഗരറ്റ് കൊണ്ടുവന്നോട്ടെ, And actually you feel good that time. ആമേൻ, ആ സമയത്ത് പുറമെ നമുക്കൊരു നല്ലതായി തോന്നും. Enemy is trying to make this lie true for you, teaching that yes, this is the solution for your problem. ആമേൻ. അത് ചെയ്യുന്നതിലൂടെ പിശാച് നമ്മുടെ ഉള്ളിൽ ആ കളവായി ചെയ്യുന്നത് ഇതാകുന്നു ഇതിന്റെ പരിഹാരം എന്നൊരു കോട്ട When പണിയുകയാണ്. I have a tension, എനിക്ക് വളരെ ടെൻഷൻ a little ഉണ്ടാകും, bit of issue, ആമേൻ, എന്തോ വിഷയം വരുമ്പോൾ, one cigarette is good, ആമേൻ, ഒരു സിഗരറ്റ് നല്ലതാണ്, or one time of alcohol is good, ഒരു പ്രാവശ്യം ഒന്ന് മദ്യപിക്കുന്നത് കുഴപ്പമില്ല, one peg is good. ആമേൻ, ഒരു പെഗല്ലേ ഉള്ളൂ. When you start believing this lie, ആമേൻ, ഈ ഒരു കള്ളം നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, Bible says this is lie, ആമേൻ, വചനം പറയുന്നു ഇത് കള്ളമാണെന്ന്. but mental health, you ask to any doctor, ആമേൻ, നിങ്ങൾ ഏത് വൈദ്യശാസ്ത്രത്തിൽ പോയി Any അന്വേഷിച്ചോ, psychiatrist. ഏത് സൈക്യാട്രിസ്റ്റിനോടും ചോദിച്ചോ, for few days you will feel good about it. ആമേൻ, അല്പ ദിവസം നിങ്ങൾക്ക് ഇത് നല്ലതാണെന്ന് തോന്നും. Then you will feel that quantity and quality is not enough for you. പിന്നീട് നിങ്ങൾക്ക് തോന്നും ആ ഒരു അളവും ആ ഒരു ക്വാളിറ്റിയും പോരാ എന്ന് വരും.
because you are not getting that kick. ആമേൻ. ആദ്യം ലഭിച്ച ആ കിക്ക് പിന്നീട് ലഭിക്കാതെ You don't get that ease. ആമേൻ. ആ മുമ്പ് ലഭിച്ച ആ ഒരു ഈസ് പിന്നെ ലഭിക്കാതെ Then വരും. you go to the next level. എന്നിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് കയറും. By that time, you are already addicted. അപ്പോഴേക്കും നിങ്ങൾ അതിനോട് അഡിക്റ്റഡ് ആയി It മാറും. has already made a stronghold inside you. അത് നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ കോട്ട പണിത് കഴിഞ്ഞിരിക്കുന്നു. Bible says വചനം പറയുന്നു that is a stronghold. ആമേൻ. അതൊരു കോട്ടയാകുന്നു എന്ന് പറയുന്നു. You know what? I want to tell for those people who feel like, who are okay. You may not be taking, but this is okay for you. ആമേൻ. നിങ്ങൾ ഇത് എടുക്കുന്നില്ലായിരിക്കും, പക്ഷേ ഇതൊക്കെ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നവരുണ്ടായിരിക്കും. You go to any psychiatrist. നിങ്ങൾ ഏത് സൈക്കാട്രിസ്റ്റിന്റെ അടുത്തും പൊക്കോ. When you continue in alcohol, നിങ്ങൾ മദ്യപാനത്തിൽ തുടരുമ്പോൾ, when you continue in any kind of substance abuse, ആമേൻ, മറ്റ് ഏത് വസ്തുതകൾ നിങ്ങൾ എടുക്കാൻ തുടങ്ങിക്കോ. you know what is the later stage? ആമേൻ. അതിന്റെ പിൻകാലങ്ങൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? Later stage is you are going to have either schizophrenia, you will become bipolar, you will have hallucinations. ആമേൻ. നിങ്ങൾക്ക് സ്കിസോഫ്രീനിയ, ബൈപോളാർ, മറ്റ് പല ചിന്തകൾ, hallucinations. Bipolar, schizophrenia, these all things doesn't come, not necessarily this comes from birth. ആമേൻ. ഇത് ജന്മനാൽ മാത്രമല്ല ഉണ്ടാകുന്നത്. It can come through substance abuse. ഇപ്രകാരം വേണ്ടാത്തതൊക്കെ എടുക്കുമ്പോഴും ഉണ്ടാകും. Then nightmares. പിന്നെ രാത്രിയിൽ പേടി സ്വപ്നങ്ങളാണ്. And you feel like, oh, nobody has a nightmare. ആമേൻ. ആർക്കും പേടി സ്വപ്നം അങ്ങനെ ഇല്ലല്ലോ. Guys, you don't know. ആമേൻ. നിങ്ങൾക്കറിയത്തില്ല. Ask to their spouses. ആമേൻ. ഭാര്യമാരോട് ചോദിക്കുക, ഭർത്താക്കന്മാരോട് ചോദിക്കുക. അലക്കിയതൊക്കെ ആമേൻ. You might hear them screaming. അലക്കുന്നു, അയ്യോ ഇടിച്ചു. You might hear them screaming. So kids, you don't know this. ആമേൻ. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഇതിപ്പോൾ അറിയത്തില്ല. They won't tell you. അവർ നിങ്ങളോട് ഇത് പറയില്ല. Many of them go through nightmares. ഒരുപാട് പേർ രാത്രി പേടി സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. These are the effects of these kind of substance. ആമേൻ. ഇപ്രകാരമുള്ള വസ്തുതകൾ എടുക്കുന്നത് കൊണ്ടുള്ള അതിന്റെ എഫക്ട്സ് ആണ് ഇതൊക്കെ. It doesn't come in a day or in a month. ആമേൻ. ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഇത് വരാനില്ല. Years. വർഷങ്ങൾ കഴിയുമ്പോൾ. And then you will have hallucinations. ആമേൻ. പിന്നീട് ഇല്ലാത്തതൊക്കെ ഉള്ളതുപോലെ തോന്നാൻ ഇടയാകും. Audible hallucinations. ആമേൻ. കേൾക്കുന്ന രീതിയിൽ തന്നെ You will hear things that is not actually nobody saying. ആമേൻ. ആരും പറയാത്ത കാര്യങ്ങൾ പിന്നെ കേൾക്കുന്ന പോലെ തോന്നും. Yes. You will see certain things. ആമേൻ. ചില കാര്യങ്ങൾ നിങ്ങൾ കാണുവാനിടയാകും. You know what is the disorder after going this? ആമേൻ. ഇതിൽ കൂടെ കടന്നു പോകുമ്പോൾ ഡിസോർഡർ എന്താണെന്ന് അറിയാമോ? ഞാൻ ഇതിലെ കൂടെ നടന്നു പോകുമ്പോഴും, ആമേൻ, even when I walk through here, അല്ല ഞാൻ എടുക്കാം, ഇദ്ദേഹം ഇവിടെ നടന്നു പോകുമ്പോൾ when he is walking through here, എനിക്ക് ഡിസോർഡർ ആണെങ്കിൽ, if I have the disorder, ഞാൻ എവിടെ നിന്നാലും, even if I stand anywhere, പുള്ളി എന്നെ കുറിച്ച് തന്നെയാ പറയുന്നത്. he's surely talking about me. I'm telling you, lately are you feeling like that? ആമേൻ. ഈയിടെയായിട്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ? എന്ത് തോന്നിയാലും എന്നെ മാത്രമാ. ആമേൻ. No matter where you will surely say. അവർ മൂന്ന് പേർ നിൽക്കുമ്പോൾ കൂടി സംസാരിക്കുമ്പോൾ അതെ എന്നെ കുറിച്ച് സംസാരിക്കും. If 3 people are standing and talking, you would have the thought that, oh, they are talking about me. You have mental disorder. ആമേൻ. മാനസികമായ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ട്. You need to get out of this stronghold. ആമേൻ. ആ കോട്ടയിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾ പുറത്തു വരേണ്ടത് ആവശ്യമാണ്. കുറച്ച് കഴിയുമ്പോൾ ഭാര്യ സംശയം വരും. ആമേൻ. After a while you will start doubting your wife. അവളിപ്പോ എവിടാ പോയത്? Where did she go? അവൾ ആക്ച്വലി 8 മണിക്ക് വരണ്ടിയാ. Actually she should be home by 8. 8:15. It's 8:50 now. Let me tell you, friends. ആമേൻ. പ്രിയ ദൈവമക്കളെ, Strongholds. ആമേൻ. ഇപ്രകാരമുള്ള ചില കോട്ടകൾ. And I want to tell you, ആമേൻ. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. Jesus Christ came കർത്താവായ യേശു ക്രിസ്തു വന്നത് to break every such strongholds. ആമേൻ. ഇപ്രകാരമുള്ള സകല കോട്ടകളെ You വിടുവാനത്രേ. ask to any psychiatrist. ആമേൻ. നിങ്ങൾ ഏത് സൈക്കാട്രിസ്റ്റിനോടും ചോദിച്ചോ, They will tell you, അവർ നിങ്ങളോട് പറയും, they can give you medicine. ആമേൻ, അവർക്ക് നിങ്ങൾക്ക് മരുന്ന് തരാൻ But കഴിയും. do you know the truth that they will tell you cannot be healed with only ഈ medicine? മരുന്ന് കൊണ്ട് മാത്രം നിങ്ങൾക്ക് സൗഖ്യം They will ലഭിക്കുകയില്ല tell എന്ന് you അവർ പറയും. find a psychotherapist. ആമേൻ. അവരൊരു സൈക്കോതെറാപ്പിസ്റ്റിന് വേണ്ടി റെഫർ ചെയ്യും. You find a counselor. ആമേൻ. ഒരു കൗൺസിലറിനെ കണ്ടുപിടിക്കാൻ You know പറയും. why? എന്ത് വേണ്ടിയെന്ന് അറിയാമോ? Medicine cannot help you. കാരണം മരുന്നുകൾക്ക് ഒരു സൗഖ്യം തരുവാൻ You കഴിയില്ല. need a counseling. നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് And ആവശ്യമാണ്. that's why Christian theology comes up. അവിടാണ് ഈ ക്രിസ്തീയ ദൈവശാസ്ത്രം We have വരുന്നത്. the best counselor, Holy Spirit. ആമേൻ. പരിശുദ്ധാത്മാവ് എന്ന ഈ നല്ലൊരു We have the കൗൺസിലർ best നമുക്കുണ്ട്. counselor, Holy Spirit. ഏറ്റവും നല്ല കൗൺസിലർ നമുക്കുണ്ട്. You know what is happening every Sunday here? എല്ലാ ഞായറാഴ്ചയും ഇവിടെ എന്താ It's സംഭവിക്കുന്നത്? a psychotherapy too. ആമേൻ. ഇവിടെ ഒരു സൈക്കോതെറാപ്പിയാണ് You hear നടക്കുന്നത്. the word of ഈ God. ദൈവവചനം നിങ്ങൾ You കേൾക്കും. get that word of ആ God. ദൈവവചനം നിങ്ങൾക്ക് And ലഭിക്കും. that word is breaking every chain. ആമേൻ. സകല ചങ്ങലകളും ഈ I വചനം want to നിങ്ങൾക്ക് tell you തകർക്കും. today, ഇന്ന് പകൽക്കാലം വിളിച്ചു It പറയട്ടെ, will break only if you recognize, yes, I have a stronghold. ആമേൻ, എനിക്കൊരു കോട്ടയുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ തുറക്കുവാൻ കഴിയുള്ളൂ. Hello? ആമേൻ.
It can come in different ways. ആമേൻ. പല വ്യത്യസ്തമായ രീതിയിൽ അത് വരും. There are people who want to store everything in house. ആമേൻ. ഭവനത്തിൽ സകലതും സൂക്ഷിച്ചു വെക്കുന്ന സ്വഭാവമുണ്ട്. Everything. സകലതും കിട്ടുന്നില്ല. ഇപ്പം അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാമല്ലോ. If we cannot use it now, we can use it after 10 years. അങ്ങനെ ചില വീടുകൾ നോക്കിയോ മൊത്തം നിറഞ്ഞിരിക്കുന്ന വീടുകളാണ്. I mean, you can find houses that are completely packed. പക്ഷേ ഒരു 5 വർഷം 10 വർഷം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ കളയാനും ഇതൊക്കെ. I mean, how can we throw it off? We can use it after 10 years. അതൊരു ഡിസോർഡറാണ്. I mean, that is also a disorder. അതൊരു ഹോർഡിംഗ് ഡിസോർഡറാണ്. That is also a hoarding disorder. Amen. ദൈവമക്കളെ, പല കാര്യങ്ങൾ ഈവൻ ഇൻ റിലേഷൻഷിപ്പ്, ആമേൻ, ബന്ധങ്ങളിൽ പോലും it can happen. The third thing I want to tell about the ബന്ധങ്ങൾ. ആമേൻ. മൂന്നാമതായി I don't know how many of you heard about soul ties. ആമേൻ. ഇത് സോൾ ടൈസിനെ കുറിച്ച് എത്ര പേർ കേട്ടിട്ടുണ്ടെന്ന് I എനിക്കറിയാം. don't know how many of you heard about this. ആമേൻ. ഇതിനെ കുറിച്ച് കേട്ടിട്ടുള്ള എത്ര പേരുണ്ടെന്ന് എനിക്കറിയാം. Soul tie is the dangerous, very dangerous stronghold. ആമേൻ. ഏറ്റവും ഭയാനകമായ ഒരു കോട്ടയാണിത്. Soul tie can happen between a man and a woman. ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ഇത് സംഭവിക്കാം. It can happen between a man and a man. ആമേൻ. ഒരു പുരുഷനും തമ്മിലും ഇത് It can സംഭവിക്കാം. happen between a woman and a woman. ഒരു സ്ത്രീയും തമ്മിലും ഇത് സംഭവിക്കാം. This is a tie. ആമേൻ. ഇതൊരു ബന്ധമാണ്. And in this tie, they cannot see the negative things. ആമേൻ. ഈ ബന്ധത്തിൽ അവർക്ക് നെഗറ്റീവ് ആയിട്ടുള്ളതൊന്നും കാണാൻ കഴിയില്ല. They cannot face the reality. അവർക്ക് യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാൻ It is കഴിയില്ല. a strong tie. ആമേൻ. ഇതൊരു മുറുകിയ ഒരു ബന്ധമാണ്. One example is the example of Samson. ആമേൻ. ശിംശോന്റെ ആ ജീവിതമാണ് Samson നല്ലൊരു and ഉദാഹരണം. Delilah. ആമേൻ. ശിംശോനും ദലീലയും Soul tie. അവർ തമ്മിൽ ഒരു ബന്ധം. So much of soul tie ആമേൻ. അവരുടെ ആ ബന്ധം ഒരുപാട് മുറുകിയത് കാരണം that word of God was not important for them. ആമേൻ. പിന്നീട് ദൈവവചനം അവർക്ക് പ്രാധാന്യമല്ലായിരുന്നു. He was a Nazirite. ആമേൻ. ഇതാ നാസിർ But for വ്രതക്കാരനായിരുന്നു. him, his soul was so much tied. ആമേൻ. തന്റെ ആ ബന്ധം ഒരുപാട് മുറുകിയത് കാരണം Nazirite woe he forgot. ആ നാസിർ വ്രതം താൻ മറന്നു പോവാനിടയായി. The soul was so tight, തന്റെ ആ ബന്ധം ഒരുപാട് മുറുക്ക കാരണം even when Delilah was actually using Samson, ആമേൻ, ദലീല ശിംശോനെ ഉപയോഗിച്ചിട്ടിരുന്നപ്പോഴും Samson was not aware of it. അതിനെ തിരിച്ചറിയുവാൻ ശിംശോന് കഴിഞ്ഞില്ല. And how many times she used? എത്ര പ്രാവശ്യം ഉപയോഗിക്കുവാനിടയായി? 3 times. 3 പ്രാവശ്യം Continuously. നിരന്തരമായി One or other way. ഒന്നിന് പുറകെ ഒന്നായി. ഏത് പോഷനും മനസ്സിലാകത്തില്ല. ആമേൻ. Any fool can understand that. ഇവള് ഇത്രയും ഭാഷ മാറി മാറി ചെയ്തപ്പം ഏത് ചോറ് കഴിക്കുന്ന പോഷൻ ഉണ്ടെങ്കിൽ അവന് മനസ്സിലാകത്തില്ല ഇവൾ എന്നെ ഉപയോഗിക്കുവാണെന്ന്. Anyone who consumes good food can truly understand. That is the power of soul tie. ആമേൻ. അതാണ് ഈ സോൾ ടൈയുടെ നിങ്ങളെ ഒരു ശക്തി. ഉപയോഗിക്കുന്നവനെ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ആമേൻ. You will not recognize the person who is utilizing I you. see lot of soul ties like this in church ministries. ആമേൻ. ശുശ്രൂഷയിൽ സഭാ ശുശ്രൂഷയിൽ ഇപ്രകാരം ഒരുപാട് മുറുകുന്ന ബന്ധങ്ങളെ നിങ്ങൾ കണ്ടു. ചിലരോട് കൂടിക്കോ. ആമേൻ. You get together with some people. നല്ല മനുഷ്യനും ആ വ്യക്തി പോളായി മാറും. Even the best person will become like that person. നിങ്ങൾ ഒരു സഭയെ എതിർക്കുന്ന ദൈവസഭയ്ക്ക് എതിരായി നിൽക്കുന്ന ഒരു വ്യക്തിയോട് കൂടിക്കേ. I mean, just join or partner with a person who is standing against the church. അവർ എതിരായി സംസാരിക്കുന്ന ഒരാളെ കൂടിക്കേ. I mean, just join or partner with the നിങ്ങൾ person who is standing. എത്ര നല്ലതാണെങ്കിലും നിങ്ങളുടെ അകത്ത് ആ സ്പിരിറ്റ് കയറി. No matter how good we are, that spirit will enter into us. ഭാര്യ ഭർത്താവ് തമ്മിൽ പ്രശ്നമുള്ള ഒരാളിനോട് കൂടിക്കേ. I mean, just join with a family who has issues with husband and By wife. the way, കൃപയില്ലാതെ വെറുതെ പോയി ഫാമിലി കൗൺസിലിംഗിന് പോകല്ലേ. Without grace or without the unction of the Holy Spirit, don't and do family counseling. അങ്ങനെ പോയവരെല്ലാം തകർന്നിട്ടുണ്ട്. Whoever has done that, their family has also been broken. ഫാമിലി ഇഷ്യൂസ് ഉള്ളവരോടൊപ്പം നിന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് അവരോട് കൂടെ ആ സ്ട്രോങ് ഹോൾഡിനെ ബ്രേക്ക് ചെയ്യാമെങ്കിൽ ഓക്കെ. Amen. If you can pray and if you have that power to break it, then it's fine. Otherwise, അല്ലെങ്കിൽ ആ സ്പിരിറ്റ് നിങ്ങളെയും ബാധിക്കും. and that spirit will come and attack you as well. I will tell you personally, we have experienced this so many times. വ്യക്തിപരമായി ഞങ്ങൾ ഇത് ഒരുപാട് പ്രാവശ്യം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾ ഒരാളിനെ കൗൺസിൽ ഒക്കെ ചെയ്തിട്ട് വന്നു. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ. At one point we went to counsel a family. കൗൺസിൽ ഒക്കെ ചെയ്തു, ഫോൺ കൗൺസിൽ ചെയ്തേ ഉള്ളൂ കേട്ടോ. I mean, it was only through the phone. ഫോൺ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് And soon after I hung up the phone, me and Bini started arguing. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ആർഗ്യൂ ചെയ്യാൻ തുടങ്ങി. What was ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല why we are arguing. I mean, we were not able to recognize why. Just argument. വെറുതെ ഒരു ആർഗ്യുമെന്റ് ആയിരുന്നു. Stop. Something is wrong here. I mean, ഇവിടെ എന്തോ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. Even on phone line. I mean, ആ ഒരു ഫോണിൽ കൂടി The തന്നെ spirit was so strong. ആ ഒരു ആത്മാവ് വളരെ ശക്തിയോടെ പ്രവർത്തിച്ചു. It started
making a stronghold over us. ആമേൻ. ഞങ്ങളുടെ കുടുംബജീവിതത്തിലും അതിന്റെ ഒരു കോട്ട പണിയുവാൻ. And I want to tell you something. അതുകൊണ്ട് നിങ്ങളോട് ഓരോരുത്തരോട് ഞാൻ വിളിച്ചു പറയട്ടെ. Everything is not written. ആമേൻ. എല്ലാം എഴുതിയിട്ടില്ല. But I want to tell you. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ. Satan works in different ways. ആമേൻ. പിശാച് പലവിധ വ്യത്യസ്ത രീതിയിലാണ് So church, പ്രവർത്തിക്കുന്നത്. I want to let you know. അതുകൊണ്ട് സഭയോട് ഞാൻ വിളിച്ചു പറയട്ടെ. When you have an issue, നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ deal with it right away. അവിടെ തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തുക. Soul ties are very, very important. ഇപ്രകാരമുള്ള സോൾ ടൈസ് വളരെ പ്രാധാന്യം നമ്മൾ നിങ്ങളൊക്കെ സോൾ ടൈസ് ഹസ്ബൻഡ് വൈഫിന് ഇടയിൽ ഒരിക്കലും സോൾ ടൈസ് ഉണ്ടാകത്തില്ല. ആമേൻ. ഹസ്ബൻഡ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ ഒരു ഹസ്ബൻഡ് വേറൊരാളുടെ വൈഫുമായിട്ട് സോൾ ടൈ ഉണ്ടാകാം. ആമേൻ. one husband can have a soul tie with another wife. വേറൊരു വൈഫിന് വേറൊരു ഹസ്ബൻഡുമായിട്ട് സോൾ ടൈ another wife can have a soul tie with another husband. Youths can have soul ties. ആമേൻ. യൗവനക്കാർക്ക് അന്യോന്യം സോൾ ടൈസ് You know ഉണ്ടാകും. what will happen? എന്താ സംഭവിക്കുന്നറിയാമോ? You will not enjoy your family life. നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങൾക്ക് It ആസ്വദിക്കാൻ is a കഴിയില്ല. stronghold. അതൊരു വലിയ കോട്ടയായി മാറും. Even in your intimate time, ആമേൻ. നിങ്ങളുടെ ഏറ്റവും നല്ല സമയത്തും you will start thinking about someone else. ആമേൻ മറ്റൊരു വ്യക്തിയെ കുറിച്ചായിരിക്കും So ചിന്തിച്ചു. remember this is a stronghold. ആമേൻ. ഇതൊരു വലിയ കോട്ടയാകുന്നു. And I want to tell you today, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, if you believe, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ Jesus can break it today. ആമേൻ അതിനെ തകർക്കുവാൻ ഉടയ്ക്കുവാൻ Jesus is കർത്താവിന് the കഴിയും. answer. Jesus is the കർത്താവായ answer. യേശു ക്രിസ്തുവാകുന്നു അതിന്റെ മറുപടി. The next important thing, അടുത്ത പ്രാധാന്യമുള്ള വസ്തുത, substance abuse, I already told. ആമേൻ. ഈ സബ്സ്റ്റൻസ് അബ്യൂസിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. The last one I will say, unresolved emotional wounds. ആമേൻ. വൈകാരികമായി ഉണ്ടായ ആ മുറിവുകൾ, Emotional wounds that might have happened in your ആമേൻ. young age. ചെറുപ്പത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്രായത്തിൽ ഉണ്ടായ വൈകാരികമായ ഒരു മുറിവുകളായിരിക്കും. Emotional wounds that has happened. If you have not resolved it. അതിന് ഒരു പരിഹാരം നാം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ. 20 വർഷം മുമ്പേ അവൻ എന്നോട് അങ്ങനെ പറഞ്ഞായിരുന്നു. 20 years back he said this to me. ഞാൻ കോളേജിലുള്ളപ്പോൾ അവൻ എന്നോട് അങ്ങനെ പറഞ്ഞു. ഇന്നും മാറിയിട്ടില്ല. Once I was in college it happened, but even today I'm not resolved. 15 വർഷം മുമ്പേ അങ്ങ് സംഭവിച്ചു. It happened 15 years back. If you have not resolved it, അതിനൊരു പരിഹാരം വരുത്തിയിട്ടില്ലെങ്കിൽ it becomes a stronghold in your life. അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു കോട്ടയായി മാറും. Amen. ആമേൻ. Unforgiveness. ആമേൻ. ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ. We have mistrust. ആമേൻ. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. So these are the strongholds. ഇതൊക്കെ ആകുന്നു When ഫലവിധമാകുന്ന I am ചില talking കോട്ടകൾ. about this, do you feel like you have some kind of strongholds? ആമേൻ. ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കോട്ട നിങ്ങൾക്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ കരം പൊക്കി ഒന്നും പറയണ്ട. പക്ഷെ ഇന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ ഇങ്ങനത്തെ ഒരു കോട്ടയും ഒരു ശക്തിക്കും ഞാൻ ഇട കൊടുക്കത്തില്ലെന്ന്. എന്തുകൊണ്ടാ ക്രിസ്ത്യൻ ലൈഫ് ഇസ് ദ ലൈഫ് ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത്? ആമേൻ. ക്രിസ്തീയ ജീവിതം, why do we say that Christian life is a life of liberty? യേശു നമ്മളെ ഏതിനകത്തും വിടുവിക്കാൻ പറ്റും. Because Christ can deliver us from anything. ഇതിനൊക്കെ ഇത്രയും പേരുകൾ ഞാൻ പറഞ്ഞെങ്കിലും, Amen. Even though I have mentioned with ഏത് various names, ബൈപോളർ ആയിക്കോട്ടെ, no matter what ഏത് bipolar it is, സ്കിസോഫ്രീനിയ no ആയിക്കോട്ടെ, matter what schizophrenia it is, ഏത് ഡിപ്രസീവ് ഓർഡർ no ആയിക്കോട്ടെ, matter what depressive order it is, എല്ലാ ഹാലൂസിനേഷൻ ആയിക്കോട്ടെ, whatever hallucination it നമ്മുടെ is, യേശുവിന്റെ കയ്യിൽ എല്ലാത്തിനും മരുന്നുണ്ട്. there is a medicine in Jesus' hand. യേശുവിന്റെ നാമത്തിൽ ജയമുണ്ട്. There is victory in the name of യേശുവിന്റെ Jesus. നാമത്തിൽ വിടുതലുണ്ട്. There is a deliverance in the name of Jesus. പാരമ്പര്യമായി വന്നെന്ന് പറഞ്ഞാലും, Whether it came through tradition, പാരമ്പര്യമായി വന്നെന്ന് whether it പറഞ്ഞാലും, is a traditional നിങ്ങളെ thing, മാറ്റി മറിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ ശക്തിയുണ്ട്, ദൈവത്തിന്റെ വചനമുണ്ട്. there is the word of God and the power of God that can transform you. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. There is a power that flows through those who believe. എല്ലാ ചെയിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന, Everything that can break എല്ലാ the chain, ഡിപ്രഷനെ മാറ്റാൻ പറ്റുന്ന, it can change every എല്ലാ depression, ആൻസൈറ്റിയെ മാറ്റാൻ can പറ്റുന്ന, turn around every anxiety, എല്ലാ സംശയത്തെ മാറ്റാൻ can പറ്റുന്ന, turn around every എല്ലാ ഡ്രഗ് അബ്യൂസിനെ മാറ്റാൻ പറ്റുന്ന every drug abuse ഒരു can be changed. യേശുവിന്റെ ശക്തിയുണ്ട്. There is a power of ഇന്ന് ഞാൻ Jesus, പ്രസംഗിക്കുന്ന നസ്രയനായ യേശു, and the Jesus of Nazareth, അവൻ സകലത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ളതാ. he can turn away everything. വിശ്വസിക്കാൻ പറ്റുന്ന ദൈവത്തെ സ്തോത്രം And if ചെയ്തു. you can believe that, can you just praise ഒരു God? വാക്കിൽ നിങ്ങൾ പക്ഷെ പറയണം, Amen. But you need to declare കർത്താവേ it in a എനിക്ക് word. വിടുതൽ വേണം. Lord, I need that നിങ്ങളുടെ deliverance. തോട്ട്സിനകത്ത് ഇതുണ്ടെങ്കിൽ, If this is there in your thoughts, സംശയം നിങ്ങളുടെ തോട്ടിനകത്ത് ഉണ്ടെങ്കിൽ, if there is doubts in your thoughts, ഏത് തോട്ട്സും ആയിക്കോട്ടെ, no matter whatever it is, എപ്പോഴും ഇരിക്കുമ്പോഴും പന്ന തോട്ട്സുകൾ വരുമ്പോൾ, whenever you're sitting by yourself, if you have bad thoughts, ചിന്തിക്കേണ്ടാത്ത കാര്യം if ചിന്തിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ, you're thinking things that you shouldn't be thinking, പിടിച്ചടക്കാൻ പറ്റാത്തതാണെങ്കിൽ, the things that you cannot have control over, അഡിക്ഷൻ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, if there are certain addictions, ഞാനിത് പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയുവാ. by the Holy Spirit, let me ദൈവവചനം declare it. ഇങ്ങനെ പറയുന്നു, This is what the word of God tells. കള്ളൻ മോഷ്ടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ, Amen. If the thief has come അവൻ to rob, അറപ്പാനും മുടിപ്പാനും if വന്നിട്ടുണ്ടെങ്കിൽ, he has come to എന്റെ destroy, യേശു വന്നിരിക്കുന്നത് my Lord has come.
ജീവൻ തരുവാനും to give your life സമൃദ്ധിയായി ജീവൻ and to തരുവാനും give it in ഇന്ന് abundance. പകൽക്കാലം ആ ജീവൻ ഇവിടെ ഉണ്ട്. And that life is there in our ചിലർ lives this morning. വിടുവിക്കപ്പെടുന്നത് ഞാൻ യേശുവിന്റെ നാമത്തിൽ കാണുന്നു. I see it in the name of Jesus. ചില മാനസിക പിരിമുറുക്കങ്ങൾ മാറുന്നത് ഞാൻ യേശുവിന്റെ നാമത്തിൽ കാണുന്നു. Mental issues being ചില delivered this രോഗികൾ morning. സൗഖ്യമാകുന്ന യേശുവിന്റെ നാമത്തിൽ കാണുന്നു. Sickness being delivered ഒന്ന് this ദൈവത്തെ morning. സ്തോത്രം ചെയ്യാൻ Can പറ്റുമോ? we just praise him this morning? Hallelujah. 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 ഒന്ന് ഡീൽ ചെയ്യാം. നിങ്ങളുടെ സിൻമായിട്ടൊന്ന് ഡീൽ ചെയ്യാമോ? Amen. Can we just deal with our sin? നിങ്ങളുടെ പാപത്തോട് ഡീൽ ചെയ്യാമോ? Can we just deal with our sin? ഒരു നിങ്ങളോട് ഒരു കാര്യം പറയാം. Amen. I'll tell you one thing. അടുത്ത ഉപവാസം ഉപവസിക്കുന്ന മുമ്പേ, Before you begin your next അടുത്ത fasting, പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന before മുമ്പേ, you pray, അടുത്ത പാട്ട് പാടുന്ന മുമ്പേ, before you begin your next song, അടുത്ത ലോർഡ്സ് ടേബിൾ എടുക്കുന്ന മുമ്പേ, before you partake of the Lord's നിങ്ങളുടെ table, പാപത്തെ നിങ്ങൾ ദൈവസന്നിധിയിൽ ഡീൽ ചെയ്യണം. you need to deal with your sin in the presence of അതിന് God. സ്പിരിച്വൽ കവറിംഗ് കൊടുക്കല്ലേ? Amen. You shouldn't give that spiritual cover. ഇത് സ്പിരിച്വൽ കവറിംഗ്. നമ്മൾ ചെയ്യുന്ന പാപം, അതിനുശേഷം എടുക്കുന്ന ലോർഡ്സ് ടേബിൾ ശുശ്രൂഷകൾ, നമ്മൾ ആ പാപത്തെ കവർ ചെയ്ത് കഴിഞ്ഞാൽ, ഡീൽ ചെയ്യാതെ കവർ ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് ബിക്കംസ് എ സ്ട്രോങ് ഹോൾഡ്. ഏത് വ്യക്തി വന്ന് പ്രാർത്ഥിച്ചാലും അത് മാറുകയില്ല. Rather than dealing with the sin, if we just cover it up by taking the Lord's table, it becomes a stronghold, and no matter who prays, it will not break. നിങ്ങളെ മാറ്റി നിർത്താനല്ല ഞാൻ പറയുന്നത്. I am not saying that you need to പക്ഷേ stand ഇന്ന് ഇതിനെ aside, ഒന്ന് ഡീൽ ചെയ്യണം. but today you need to deal with it. Hallelujah. Hallelujah. ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? Can we just praise God? Praise God. Amen. മറ്റുള്ള ആരെങ്കിലും ഒരാളിനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാകുന്നുണ്ടോ? Amen. If you are being irritated by seeing someone, ഒരാളിനെ particularly കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ. especially when you're seeing someone, stronghold, there is a stronghold. break it out. അതിനെ തകർക്കണം. യേശുവിന്റെ നാമത്തിൽ നിന്ന് ബ്രേക്ക് ചെയ്യണം. In Jesus name you need to break it. നെഗറ്റീവ് ചിന്തകൾ, You have all these negative എന്ത് thoughts. ചിന്തിച്ചാലും നെഗറ്റീവ്, No matter what you think, it is all negative thoughts. എല്ലാം നല്ല ചെയ്താലും എല്ലാം നെഗറ്റീവ്. Amen. No matter if it is the best thing, you would ഞാൻ still നിങ്ങളോട് have. പറയാം, ഇത് പിശാചല്ലാതെ, പിശാചിന്റെ സ്ട്രോങ് ഹോൾഡ് അല്ലാതെ വേറെ ഒന്നുമല്ല. Amen. I would say it for guarantee. It is the devil and it's his stronghold. Okay, so Amen. let's go further. Amen. മുമ്പോട്ട് നമുക്ക് How ചിന്തിക്കാം. to pull down the stronghold. എങ്ങനെ നമുക്ക് ഈ കോട്ടകളെ ഇടിക്കാം? Number 1. ഒന്നാമതായി, There are more strongholds. I'm not bringing it, okay? Amen. ഒരുപാട് കോട്ടകളുണ്ട്. അതൊന്നും ഞാൻ ഇന്ന് But കൊണ്ടുവരുന്നില്ല. let's deal with some of the how to overcome. കാരണം നിങ്ങളെ ഇങ്ങനെ വിടാൻ പറ്റത്തില്ല. I cannot leave you like this, so let's look at how to overcome. കീറി മുറിച്ചിട്ടുണ്ടെങ്കിൽ തുന്നി കെട്ടിട്ടുണ്ടെങ്കിൽ വിടാൻ. And if I have opened it, then I need to stitch it back ഞാനൊരു up. ഡോക്ടറാ, മുറിച്ചാൽ അത് തുന്നി കെട്ടാനും അറിയാം. If I am a doctor, if I have made the surgery, I need to put it back അപ്പോൾ together. നമുക്ക് തുന്നി കെട്ടാം. So let's stitch it up. Number 1, ഒന്നാമതായി, spiritual weapon, and that is the name of Jesus. ആത്മീക ആയുധങ്ങൾ, അത് യേശുവിന്റെ Mighty നാമം. through God. ആമേൻ. ദൈവത്താൽ ജയം. Amen. Amen. Let's read Colossians 2:15. കൊലോസ്യർക്കെതിരെ ലേഖനം 2:15. And everybody loud with full energy. ഉറക്കെ മുഴുശക്തിയോടെ Come on, വായിക്കാം. say, having disarmed principalities and power, he made a public spectacle of them, triumphing over them in it. മലയാളത്തിൽ വായിച്ചോന്ന്. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും 2:15. കൊലോസ്യർ 2:15. വാഴ്ചകളെയും അധികാരങ്ങളെയും വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ അവരെ പരസ്യമായി കാഴ്ചവെച്ചു. I want to let you know, ഒരു കാര്യം ഞാൻ നിങ്ങളോട് Jesus was crucified കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. to nail down every principality. ആമേൻ. സകല വാഴ്ചകളെയും അണിയടിച്ച് ഒതുക്കുവാൻ. No matter what kind of principality it is. ഏത് വാഴ്ചയായിക്കൊള്ളട്ടെ. Principalities and power are the strongholds. ആമേൻ. വാഴ്ചകളോ അധികാരങ്ങളോ അവർ ചില കോട്ടകളാണ്. If it has been like for years, ആമേൻ, അത് വർഷങ്ങളായി തുടരുന്നുണ്ടെങ്കിൽ, എത്ര നാളുകളായിക്കോട്ടെ, no matter how many years it is, എത്ര ഉയർന്നായിക്കോട്ടെ, no matter how high it is, എത്ര സ്ട്രോങ് ആയിക്കോട്ടെ, no matter how strong it is, എത്ര പാരമ്പര്യമുള്ള no matter ആയിക്കോട്ടെ, how traditional it is, യേശുവിന്റെ ക്രൂശിലെ മരണം through the death of Christ on the cross, സകലത്തിനും ആയുധം വെപ്പിച്ചിട്ടുണ്ട്. amen, he has disarmed it all. ആയുധം വെപ്പിച്ചിട്ടുണ്ടെങ്കിൽ If he has disarmed it all, വിശ്വസിക്കുന്നവരുടെ മേൽ and through whom ഈ we ആയുധം believe, ഫലിക്കത്തില്ല. it will never come past them. വിശ്വസിക്കുന്നവരുടെ മേൽ To those who believe, ഒരായുധം ഫലിക്കത്തില്ല. none of these weapons will come പിശാച് ആയുധം upon. ഒരുക്കട്ടെ, Let the അവന്റെ പണിശാലയ്ക്ക് ആയുധം let ഒരുക്കട്ടെ, him forge weapons അവൻ in his കെണികൾ weaponry. ഒരുക്കട്ടെ. Let him make snares. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലോട് ദൂത് പറയാനുണ്ട്. To those who pray, let me tell this. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലോട് ദൂത് To the പറയാനുണ്ട്. child of God who prays, let me tell വിശ്വസിക്കുന്നവരോട് this. ദൂത് പറയാനുണ്ട്. To those who believe, let me നിന്റെ tell എതിരാ this. ഉയർന്ന പൊങ്ങി വരുന്ന And every weapon that's coming against you, പിശാചിന്റെ ഒരായുധവും and none of those weapons ഒന്നും of the നിന്നെ enemy, ഫലിക്കത്തില്ലെന്ന്. it will never come upon കരങ്ങൾ you. തട്ടി ദൈവത്തെ സ്തോത്രം Can ചെയ്യാൻ we just പറ്റുമോ? put our hands ഈ together and സമയത്ത് worship?
അഭിഷേകത്തോടെ ദൈവത്തെ സ്തോത്രം ചെയ്തത് with the anointing, can you just ദൈവത്തെ worship സ്തോത്രം ചെയ്യാൻ Him? With പറ്റുമോ? speaking in tongues, Can you can you just break praise the Him? chain today in the name of Jesus? ആയുധങ്ങളെ നമുക്ക് Break every തകർക്കുവാൻ chain. കഴിയുമോ? Break every chain. സകല ചങ്ങലകളും തകരട്ടെ. Break every chain. സകല ചങ്ങലകളും എല്ലാ തകരട്ടെ. രോഗത്തിന് ആത്മാവ് വിട്ടുമാറി പോകട്ടെ. Every spirit of എല്ലാ sickness, സംശയത്തിന് ആത്മാവ് വിട്ടുമാറി പോകട്ടെ. spirit of confusion, എല്ലാ നെഗറ്റീവ് ചിന്തകൾ വിട്ടുമാറി പോകട്ടെ. spirit of negativity, ഹല്ലേലൂയ. Hallelujah. എല്ലാ ഡിപ്രഷനോട് ഞാൻ കൽപ്പിക്കുന്നു. to every depression I എല്ലാ command, ബൈപോളാറിനെ ഞാൻ to കൽപ്പിക്കുന്നു. every bipolar I എല്ലാ command, ഡിപ്രസീവ് ഓർഡേഴ്സ് ഞാൻ to every കൽപ്പിക്കുന്നു. depressive orders I എന്റെ command, യേശുവിന്റെ നാമത്തിൽ in my Jesus' name. നിന്നെ പരസ്യകോലമാക്കി I mean, He made a public നിന്നെ spectacle, ആയുധം വെപ്പിച്ചിട്ടുണ്ടെങ്കിൽ and if He has disarmed you, ഇതിനകത്തിരിക്കുന്ന ഒരു കുഞ്ഞിനെ പോലും and to any of these നീ believers, തൊടുകയില്ല. you will not touch. ഇവരെ ഞാൻ യേശുവിന്റെ രക്തത്തിൽ മുദ്രയിടുന്നു. I bind them Come by on, the blood of നമ്മുടെ Jesus. കുടുംബങ്ങളെ ഞാൻ യേശുവിന്റെ രക്തത്തിൽ Every മുദ്രയിടുന്നു. family is being ഒന്ന് bound in the സ്തോത്രം blood of ചെയ്യാൻ Jesus. പറ്റുമോ? Can we just praise ഒന്ന് God? സ്തോത്രം ചെയ്യാൻ Can we പറ്റുമോ? just praise God? ഒന്ന് സ്തോത്രം ചെയ്യാൻ Can we പറ്റുമോ? just praise Come on, God? declare victory. Amen. ജയത്തെ ചില ഒന്ന് ഘോഷിക്കാമോ? ഭാര്യമാർ declare victory. Let certain wives declare ചില this victory. ഭർത്താക്കന്മാർ declare victory. Certain husbands declare this Some of the victory. brothers declare victory. സഹോദരന്മാർ ജയം Pastors ഘോഷിക്കട്ടെ. declare victory. ദൈവദാസന്മാർ ജയം Come on, husbands പ്രഖ്യാപിക്കട്ടെ. declare victory. ഭർത്താക്കന്മാർ ജയം Wives പ്രഖ്യാപിക്കട്ടെ. declare victory. ഭാര്യമാർ ജയം പ്രഖ്യാപിക്കട്ടെ. Parents declare victory. മാതാപിതാക്കൾ ജയം Oh, പ്രഖ്യാപിക്കട്ടെ. no weapons ആമേൻ. ഒരു ആയുധവും can prosper against you അത് ഫലിക്കുകയില്ല. when you stand in the name of Jesus. യേശുവിൻ നാമത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ, When you stand in the name of നിങ്ങൾ Jesus. നിൽക്കുമ്പോൾ യേശുവിൻ നാമത്തിലാണ് Hey, നിൽക്കുന്നത്. at night, if nightmare comes, രാത്രിയിൽ പേടിപ്പിക്കുന്ന if സ്വപ്നങ്ങൾ bad വരുമ്പോൾ, dream comes, ആമേൻ, മോശമായ സ്വപ്നങ്ങൾ you വരുമ്പോൾ, know, I don't want you to be, saying it loud. ആമേൻ, ഇത് ഉറക്കെ പറയാനല്ല But പറയുന്നത്. if someone is going through that, ആമേൻ, ആരെങ്കിലും ഇതിൽ കൂടി കടന്നു I want to പോകുന്നുണ്ട്, tell you, ഒരു കാര്യം ഞാൻ വിളിച്ചു and I'm പറയട്ടെ. speaking today, ആമേൻ, ഞാൻ ഇന്ന് ഈ വചനത്തിൽ if പറയട്ടെ. today you are ready to acknowledge, ആമേൻ, ഇന്ന് നിങ്ങൾ ഇത് ഏറ്റെടുക്കുമെങ്കിൽ, I need a deliverance, ആമേൻ, എനിക്കൊരു വിടുതൽ ആവശ്യമാണ്. and I want to tell you, declare you, ആമേൻ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. today if we're dealing with that, ആമേൻ, ഇന്ന് നാം അതിനെതിരായി പ്രവർത്തിക്കുന്നു. participate in Lord's table. ആമേൻ, നാം ഇന്ന് തിരുമേശയിൽ നാം After പ്രാർത്ഥിക്കുമ്പോൾ, dealing with that, ആമേൻ, അതിനെതിരായി പ്രവർത്തിച്ചു. participate in Lord's table. ആമേൻ, പാപത്തിനെതിരായി നാം ഇതിനു ശേഷം കർത്തൃമേശയിൽ I കൈക്കൊള്ളുമ്പോൾ, declare that you will be healed in the ആമേൻ, name ഞാൻ of Jesus. വിളിച്ചു പറയുകയാണ്, യേശുവിൻ നാമത്തിൽ നിങ്ങൾ Not because I am സൗഖ്യമാകും. preaching, ഞാൻ but പ്രസംഗിക്കുന്നുണ്ടല്ല, I preach Christ crucified. ഞാൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് Somebody need to say പ്രസംഗിക്കുന്നത്. amen. എത്ര പേർക്ക് ആമേൻ പറയാം? Come on, church, hallelujah. ഹല്ലേലൂയ. Can I get a good amen? നല്ലൊരു ആമേൻ കേൾക്കാമോ? Amen. ആമേൻ. Next verse, അടുത്ത വാക്യം Ephesians chapter 1, verse 21 and 22. എഫെസർക്കെഴുതിയ ലേഖനം 1:21 Come on, let's read loud as if you mean to say this. ആമേൻ. ഉറക്കെ ചേർന്ന് വായിക്കാം. Far above all principalities and power and might and dominion and every name that is named, not only in this age but also in that which is to come. And he put all things, every name, you say any mental disorder, ആമേൻ. ഏത് മാനസിക വൈകല്യമായിക്കൊള്ളട്ടെ, any spiritual disorder, ഏത് ആത്മീകമായ any വൈകല്യമായിക്കൊള്ളട്ടെ, physical sickness. ഏത് ശാരീരികമായ Come on, somebody need to രോഗമായിക്കൊള്ളട്ടെ, believe this. ഇത് എത്ര പേര് വിശ്വസിക്കാൻ Let this be കഴിയും? a spiritual therapy. ആമേൻ. ഇതൊരു ആത്മീകമായ Let this be a തെറാപ്പി spiritual ആയിക്കൊള്ളട്ടെ, therapy. ഒരു ആത്മീകമായ തെറാപ്പി No ആയിക്കൊള്ളട്ടെ. matter what name you call, no നിങ്ങൾ ഇതിനെ ഏത് പേര് വിളിച്ചാലും, matter what doctors call, എന്ത് തന്നെ ഡോക്ടർ ഇതിനെ വിളിച്ചാലും, verse 22 says, 22ാമത്തെ വാക്യം വിളിച്ചു പറയുന്നു, Jesus Christ അവൻ കർത്താവായ യേശു has ക്രിസ്തു put all the names under അവന്റെ കാൽ കീഴിൽ, under his feet. തന്റെ കാൽ Come on, കീഴിൽ, under his feet. തന്റെ കാൽ കീഴിൽ, Under his feet. തന്റെ കാൽ കീഴിൽ, You name any names. ഏത് പേരുമായിക്കൊള്ളട്ടെ, You name any names. ഏത് പേരുമായിക്കൊള്ളട്ടെ, Cancer, ക്യാൻസറോ, kidney അത് disease, കിഡ്നി ഡിസീസോ, lung disease, അത് ലങ് ഡിസീസോ, brain disorder, അത് തലച്ചോറിൽ heart ബാധിച്ചതോ, disorder, ഹൃദയത്തിലെ വിഷയമോ, substance abuse, ഏത് അബ്യൂസുമായിക്കൊള്ളട്ടെ, wounds, ഏത് മുറിവായിക്കൊള്ളട്ടെ, negative thoughts, അത് നെഗറ്റീവ് ചിന്തകൾ, devil, അത് പിശാചായിക്കൊള്ളട്ടെ, black magic, അത് കൂടുമാത്രമായിക്കൊള്ളട്ടെ, voodoo, ഏത് മന്ത്രവുമായിക്കൊള്ളട്ടെ, any skin disease, ഏത് ത്വക്കിന്റെ any രോഗമോ, temporal disease, ഏത് any രോഗമാണ്, permanent disease, ഏത് നിരന്തരമായ രോഗമോ, anything എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, under the feet of Jesus. കർത്താവിന്റെ കാൽ കീഴിലാകുന്നു, Under the feet of Jesus. കർത്താവിന്റെ കാൽ Under കീഴിലാകുന്നു, the feet of Jesus. കർത്താവിന്റെ കാൽ കീഴിൽ. Come on, hallelujah. ഹല്ലേലൂയ. He is the head over. ആമേൻ. സകലത്തിനും He is തലയായിരിക്കുന്നു, the head over the church. ആമേൻ. സഭയുടെ He തലയാകുന്നു, is the head over the church. സഭയുടെ തലയാകുന്നു Jesus. കർത്താവായ യേശു. Remember, ഒരു കാര്യം ഓർക്കുക, under his feet.
തന്റെ കാൽ കീഴിൽ every names, ആമേൻ സകല നാമങ്ങളും head over ആമേൻ സകലത്തിന്റെ the ശിരസായിരിക്കുന്നു. church. സഭയുടെ Oh, how many of you guys say Jesus is my head? ആമേൻ എത്ര പേർക്ക് പറയാൻ Come on, കഴിയും come on. Jesus is my head. കർത്താവാണ് എന്റെ ശിരസ്? Oh, how many of you guys say Jesus is my head? എത്ര പേർക്ക് അത് പറയാൻ കഴിയും കർത്താവാകുന്നു എന്റെ ശിരസ്? Hallelujah. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ Amen. ആമേൻ. And today, one more point and I will close it today. ആമേൻ. ഇന്ന് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ We'll continue ആഗ്രഹിക്കുന്നു. this next week അടുത്ത ആഴ്ച ഇത് തുടരാം, because this is very important. കാരണം ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. Second way to pull down the strongholds. ആമേൻ. ഈ കോട്ടകളെ ഇടിക്കുവാനുള്ള രണ്ടാമത്തെ വഴി Confront every lie സകല ഭോഷ്കിനെയും with the word of God. ദൈവവചനവുമായി നേരിടുക. Confront every lie. സകല ഭോഷ്കും ദൈവവചനവുമായി നേരിടുക. The lie says, I need substance, drugs, alcohol to deal with my anxiety. ആമേൻ. എൻ്റെ ആങ്സൈറ്റി നിയന്ത്രിക്കുവാൻ എനിക്ക് ആൽക്കഹോൾ അല്ല മറ്റു വസ്തുക്കൾ ആവശ്യമാണെന്ന് പറയും. Bible says, പക്ഷെ വചനം പറയുന്നു, do not be anxious. ആമേൻ. നിങ്ങൾ ഒന്നിനാലും വിചാരപ്പെടരുത്. Cast all your cares unto him നിങ്ങളുടെ സകല ഭാരങ്ങളും യഹോവയിൽ ഇട്ടുകൊള്ളുക. and he will give you rest. ആമേൻ. നമുക്ക് സമാധാനം. What do you believe? What do you believe? What do you believe? നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? The lies of devil? ആമേൻ. നിങ്ങൾ പിശാച് പറയുന്ന Do you want to ഭോഷ്കാണോ? believe the lies of devil? പിശാച് പറയുന്ന Or ഭോഷ്കിലാണോ? can you believe the word of God? അതോ ദൈവവചനത്തിലാണോ Somebody need to speak വിശ്വസിക്കുന്നത്? it out loud today. ആമേൻ. ഇന്ന് എത്ര പേർക്ക് അത് Speak ഉച്ചത്തിൽ it out പറയുവാൻ loud കഴിയും? today. എത്ര പേർക്ക് അത് ഉച്ചത്തിൽ പറയുവാൻ Doctor കഴിയും? says, ഡോക്ടർ പറയും 3 months ആമേൻ 3 മാസമേ you will ഉള്ളൂ. not live. ആമേൻ. നിങ്ങൾ പിന്നീട് ജീവിക്കില്ല. There is an auntie over there. ആമേൻ. ഇവിടെ ഒരു ആന്റി നമ്മുടെ മുമ്പിൽ Doctor ഉണ്ടല്ലോ. said 3 months to live. ഡോക്ടർ പറഞ്ഞു ഇനി 3 മാസം കൂടിയേ ഉള്ളൂ. 3 years back. ആമേൻ. 3 വർഷം മുമ്പാണ് Doctor said പറഞ്ഞത്. 3 months to live. 3 വർഷം മുമ്പ് പറഞ്ഞു 3 She's മാസം sitting കൂടിയേ ഉള്ളൂ. up here right after 3 years. ആമേൻ. ഇവിടെ 3 വർഷത്തിന് ശേഷം ജീവനോടെ The lies of devil. ആമേൻ. പിശാച് പറഞ്ഞ That was the ഭോഷ്ക്. lie of devil. അത് പിശാചിന്റെ ഭോഷ്കായിരുന്നു. God said to her, ആമേൻ. ദൈവം തങ്ങളോട് I പറഞ്ഞു, am Jehovah Rapha. ഞാൻ സൗഖ്യദായകനാകുന്നു Is യഹോവ there റാഫ. anything too hard for me? ആമേൻ. എനിക്ക് കഴിയാത്തതായ വല്ല Is കാര്യമുണ്ടോ? there anything too hard for me? എനിക്ക് കഴിയാത്ത വല്ല There is കാര്യമുണ്ടോ? nothing too hard. ഒന്നും തന്നെയില്ല. Every stronghold can be broken. ആമേൻ. എല്ലാ കോട്ടകളെയും ഇടിക്കാൻ Declare the കഴിയും. power of God. യേശുവിന്റെ ആ Declare the ശക്തി. word of God. ദൈവവചനത്തെ ഒന്ന് പ്രഖ്യാപിക്കാമോ? Ephesians 6:17. എഫെസ്യർക്ക് ലേഖനം 6:17. Come on, read this. Take the helmet of salvation and come on, louder. And what? Sword of the Spirit, which is. ഏത് ഭൂതത്തിന് മുമ്പിൽ നിന്ന് പോ പിശാചേ എന്ന് പറഞ്ഞാൽ അവൻ പോകയില്ല. If you stand before any devil and say go devil, he will not go. ഈ വചനം ഒന്ന് വാരി വിതറാവുന്നത്. But can you just എല്ലാ say the word of മുഴങ്കാലും God? മടങ്ങും. Every knee shall എല്ലാ bow നാവും and ഏറ്റുപറയും. every tongue will confess. ലോകത്തിന്റെ റിപ്പോർട്ട് കേൾക്കുമ്പോൾ, Amen. When you hear the report of the ഭാരതത്തിന്റെ world, റിപ്പോർട്ട് കേൾക്കുമ്പോൾ, when you hear the word of His വിഷമിപ്പിക്കുന്ന word, റിപ്പോർട്ടുകൾ when കേൾക്കുമ്പോൾ, you hear reports that trouble ദൈവവചനം you, വിളിച്ചു പറയാൻ പറ്റുമോ? Amen. Can we just Speak declare the word of God. Speak Can the we word just of declare God. the word of God? Take your promises. Amen. നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ The കൈക്കൊള്ളുക. doctor says you are going to die. Amen. ഡോക്ടർ പറയും നിങ്ങൾ മരിക്കാൻ You are പോകുകയാണ്. going to die. നിങ്ങൾ മരിക്കാൻ പോകുകയാണ്. Tell him, ആമേൻ. തിരിച്ചു my പറയുക. Lord says, എന്റെ ദൈവം പറയുന്നു, I have a plan for you. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി ഒരു I have പദ്ധതിയുണ്ട്. a plan for you. എന്റെ ദൈവത്തിന്റെ ഒരു Not to പദ്ധതിയുണ്ട്. harm you, നിങ്ങളെ നശിപ്പിക്കുവാനല്ല, but to prosper you. പക്ഷേ നിങ്ങളെ prosper ചെയ്യുവാൻ. Somebody need to give God glory, honor, എത്ര and പേർക്ക് ആ praise. ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും? Victory in the name of Jesus. യേശുവിൻ നാമത്തിൽ ഒരു ജയമുണ്ട്. Every stronghold has to be broken. എല്ലാ കോട്ടകളും തകരണം. യെരിഹോ മതിൽ തകർന്നതുപോലെ, Just like how the walls of Jericho were എത്ര broken. ഉയർന്ന No മതിലായാലും, matter how big the walls എത്ര are, നാളുകളായാലും, no matter how long it has been, നിന്നോടൊപ്പം നിൽക്കുന്ന Amen. The ഒരു one- സ്വർഗമുണ്ടെന്ന് there is a മനസ്സിലാക്കണം. heaven that stands with you. എല്ലാ കോട്ടകളെ ഇടിക്കുവാനും Amen. To destroy every തകർക്കുവാനും stronghold. കഴിവുള്ള ഒരു ദൈവം. Amen. There is a God that stands with That you. can break every chain. സകലതും തകർക്കുവാൻ How many കഴിയും. of you realize you need a breakthrough? എത്ര പേർക്ക് മനസ്സിലാകുവാൻ കഴിയും നിങ്ങൾക്ക് ഒരു ബ്രേക്ക് ത്രൂ ആവശ്യമാണ്?